നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ വിജയ് മല്യയുടെ യുബി ഗ്രൂപ്പ് പൊതിഞ്ഞത് സ്വർണ്ണത്തകിട് ഉപയോഗിച്ചാണെന്ന വെളിപ്പെടുത്തലുമായി മാധ്യമപ്രവർത്തകൻ വേണു മാധവൻ. 1999-ൽ ശില്പങ്ങളിൽ സ്വർണം പൊതിയുമ്പോൾ സന്നിധാനത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനാണ് വെളിപ്പെടുത്തൽ നടത്തിയ വേണു മാധവൻ. വിജയ് മല്യ പൂശിയ സ്വർണം എവിടെ പോയി എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയരവെയാണ് ഈ വെളിപ്പെടുത്തൽ. ഇതിന് അത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ശില്പത്തിൽ യുബി ഗ്രൂപ്പ് സ്വർണം പൂശിയെന്നത് വാദം തെറ്റാണെന്നും വേണു മാധവൻ പറഞ്ഞു. അന്ന് ദ്വാരപാലക ശില്പം സ്വർണം പൂശിയതല്ല, ഇളക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ സ്വർണ്ണത്തകിടാണ് പൊതിഞ്ഞത്. ഒരു തവണ ശില്പങ്ങൾക്ക് മുകളിൽ ചോർച്ച വന്നപ്പോൾ ഇളക്കി പണികൾ നടത്തിയിരുന്നുവെന്നും കൊടിമരത്തിലാണ് സ്വർണം പൂശിയതെന്നും വേണു മാധവൻ വെളിപ്പെടുത്തി. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും രംഗത്ത് വന്നു. തന്റെ കൈവശം ലഭിച്ചത് ചെമ്പ് തകിടാണെന്നും ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു. ചില കാര്യങ്ങളിൽ പോറ്റി അവ്യക്തമായ മൊഴി നൽകിയതിനാൽ ദേവസ്വം വിജിലൻസ് വീണ്ടും മൊഴിയെടുക്കും. ഇന്നലെ മണിക്കൂറുകളോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ഇതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പണം സമ്പാദനം നടത്തിയിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ രേഖാമൂലമാണ് ചെമ്പ് തകിട് നൽകിയതെന്നും ഉദ്യോഗസ്ഥ വീഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. തന്റെയും മറ്റ് സ്പോൺസർമാരുടെയും പണം കൊണ്ടാണ് പാളികൾ സ്വർണം പൂശിയതെന്നും പോറ്റി മൊഴി നൽകി. പീഠം കാണാതായ സംഭവത്തിൽ സഹപ്രവർത്തകനെ പഴിചാരിയാണ് പോറ്റി മൊഴി നൽകിയത്. സുഹൃത്തായ വാസുദേവന് കൈമാറിയ പീഠം കാണാതാവുകയായിരുന്നുവെന്നും പരാതി ഉന്നയിച്ച ശേഷം തിരിച്ചു കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് നിലവിലെ മൊഴി. സ്വർണം പൂശാൻ തന്ന പീഠം യോജിക്കാതെ വന്നപ്പോൾ വാസുദേവന് കൈമാറി. ഇത് പിന്നീട് സന്നിധാനത്തേക്ക് കൈമാറി എന്നാണ് വാസുദേവൻ തന്നോട് പറഞ്ഞത്. വിവാദമായ ശേഷമാണ് തനിക്ക് പീഠം കൈമാറിയത്. കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് പാളികൾ കൈപ്പറ്റിയതെന്നും പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞു. പണപ്പിരിവ് സംബന്ധിച്ച ആരോപണങ്ങളിലും പോറ്റി കൂടുതൽ വിശദീകരണം നൽകി. നടത്തിയത് പ്രാർത്ഥനകളും പൂജകളും മാത്രമാണെന്നും പാളികൾ ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂജകൾ പോലും നടത്തിയത് സ്വന്തം ചിലവിലായിരുന്നുവെന്നും അദ്ദേഹം നൽകിയ മൊഴിയിലുണ്ട്. പാളികൾ കൈമാറിയപ്പോൾ എന്ന് ചെന്നൈയിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, തിരികെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ നൽകി. സെപ്റ്റംബർ 19-ന് തിരികെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞെങ്കിലും 8 ദിവസം മുൻപായി സെപ്റ്റംബർ 11-ന് പാളികൾ തിരിച്ചു നൽകി. ചെമ്പ് പാളികൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രമേ താൻ കൊടുത്തിട്ടുള്ളൂവെന്നും പോറ്റി വിജിലൻസിനോട് പറഞ്ഞു. സ്വർണ്ണപ്പാളി കൈമാറിയതും സ്ഥാപിച്ചതും സംബന്ധിച്ച രേഖകൾ ദേവസ്വം വിജിലൻസിന് പോറ്റി കൈമാറി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേവസ്വം വിജിലൻസ്. പോറ്റിയുടെ സഹായികളായ വാസുദേവൻ, അനന്ത സുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും. മൊഴിയിലെ പുറത്തക്കേടുകൾ പരിശോധിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കാനാണ് തീരുമാനം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതോടെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും വ്യാപിപ്പിക്കുകയാണ് ദേവസ്വം വിജിലൻസ്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തും. പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് എടുക്കുക. അന്വേഷണം രഹസ്യമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അന്വേഷണ രഹസ്യങ്ങൾ ചോരരുതെന്ന് SP-ക്ക് കോടതിയുടെ പ്രത്യേക നിർദ്ദേശവുമുണ്ട്.